MG യൂണിവേഴ്സിറ്റിയുടെ BA-BSc BComന് പഴയ സിലബസിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ് എന്ന ഒരു ഇംഗ്ലീഷ് കോമൺ പേപ്പർ ഉണ്ടായിരുന്നു. അതിന്റെ മേഴ്സി ചാൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ 4 ഇട്ടിരുന്നു. 5ാമത്തെ വീഡിയോ അതിന്റെ തുടർച്ചയായി പറയുകയാണ്. അന്നേരം പറഞ്ഞിരുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. അത് കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ ആ ഭാഗം. when the name of the meals refers to the quality of the food. നമ്മൾ ഒരു ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മീൽസ് അത് ബ്രേക്ക്ഫാസ്റ്റ് ആവാം, ലഞ്ച് ആവാം, അതിന്റെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ ദ മസ്റ്റ് ബി യൂസ്ഡ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം എന്നതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ in other words, when the speaker has in mind the taste or tastelessness of the food. ആ സംസാരിക്കുന്ന ആൾക്ക് ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ കുറിച്ചോ ടേസ്റ്റ് ഇല്ലായ്മയെ കുറിച്ചോ മനസ്സിൽ വെച്ചുകൊണ്ട് ആ പ്രത്യേക ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ കുറിച്ചോ ടേസ്റ്റ് ഇല്ലായ്മയെ കുറിച്ചോ പറയുകയാണെങ്കിൽ ദ മസ്റ്റ് ബി യൂസ്ഡ്. ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഒരു ഉദാഹരണം പറയാം. ദ ലഞ്ച് വാസ് നോട്ട് പ്രോപ്പർലി കുക്ക്ഡ്. അപ്പൊ ഏതോ ഒരു പർട്ടിക്കുലർ ലഞ്ചിനെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതാണെന്നും ആ ലഞ്ച് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തില്ല എന്നും പറയാം. അല്ലെങ്കിൽ അത് മനോഹരമായിരുന്നു, അത് വളരെ ഡെലീഷ്യസ് ആയിരുന്നു എന്ന് പറയാം. ദ ലഞ്ച് വാസ് വെരി ഡെലീഷ്യസ് എന്ന് പറയാം. കാരണം ഏത് ലഞ്ചാണ് എന്നത് പർട്ടിക്കുലർ ആണ്, ഡെഫിനറ്റ് ആയ ഒരു ലഞ്ചിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ദ ലഞ്ച് എന്ന് പറയാം. പക്ഷേ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് അനാവശ്യമായി ദാ ചേർക്കേണ്ട കാര്യവുമില്ല ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ. രണ്ടാമത്, എവരിവൺ എൻജോയ്ഡ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഷീ ഗേവ് us. അവൾ ഞങ്ങൾക്ക് നൽകിയ ആ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പറയുന്ന വാചകം വളരെ കറക്റ്റായ വാചകമാണ്. ദ ബ്രേക്ക്ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനെ ജനറൽ സെൻസിൽ പറയുകയല്ല, ഡെഫിനറ്റ് ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അത് അവൾ ഞങ്ങൾക്ക് നൽകിയ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡെഫിനറ്റ് ആയ ബ്രേക്ക്ഫാസ്റ്റിനെ കൃത്യമായി ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദാ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത് അർത്ഥം. ഇനി ചില കളികളുടെ ഗെയിംസിന്റെ ഒക്കെ പേര് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദാ ഉപയോഗിക്കാമോ? പാടില്ല എന്നാണ് പറയുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ ദ ക്രിക്കറ്റ്, ദ ഫുട്ബോൾ എന്ന് പറയാൻ പാടില്ല. ദ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ഗെയിംസ്. ഗെയിംസിന് മുൻ പേരിന് മുമ്പായിട്ട് ദാ ഉപയോഗിക്കാൻ പാടില്ല. വി പ്ലേ ക്രിക്കറ്റ്, ഇതിനകത്ത് ദ ക്രിക്കറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. വി പ്ലേ ദ ക്രിക്കറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കാറുണ്ട്, അല്ലെ, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് പറയുന്നതിന് വി പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. വി പ്ലേ ദ ക്രിക്കറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല, തെറ്റാണ്. ദ ക്രിക്കറ്റ് മാച്ച് വി എൻജോയ്ഡ് യെസ്റ്റർഡേ നൈറ്റ് ഇൻ ദ ടെലിവിഷൻ വാസ് വെരി ത്രില്ലിംഗ്. എന്നാൽ നോക്കൂ, ഇങ്ങനെ പറയുന്നതിൽ തെറ്റുമില്ല. എന്തോന്നാണ്, നമ്മൾ ഇന്നലെ രാത്രി ടെലിവിഷനിൽ കണ്ട ക്രിക്കറ്റ് മാച്ചില്ലേ, അത് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. ദ ക്രിക്കറ്റ് മാച്ച് വി. അപ്പൊ ഇവിടെ എന്താ കാര്യം, ഇന്നലെ രാത്രി ടെലിവിഷനിൽ കണ്ട ക്രിക്കറ്റ് മാച്ച് എന്നാണ്. അപ്പൊ അത് ബാക്കി ജനറൽ സെൻസിലല്ല പറയുന്നത്, ഏതോ ഒരു പർട്ടിക്കുലർ ആയ ക്രിക്കറ്റ് മാച്ചിനെ തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദാ ചേർക്കുന്നത് കൊണ്ട് തെറ്റുമില്ല. അല്ലാതെ ജനറൽ സെൻസിൽ പറയുമ്പോൾ, പൊതുവെ ക്രിക്കറ്റ് കളിയെ കുറിച്ച് പറയുമ്പോൾ ദ ക്രിക്കറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. ക്രിക്കറ്റ് ഈസ് എ വേൾഡ് ഫേമസ് ഗെയിം എന്ന് പറയുന്നത് വാചകത്തിൽ നമുക്ക് അത് ആവശ്യമില്ല. അത് എന്താ ഇല്ലാതെ തന്നെയാണ് നമ്മളത് എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത്? ക്രിക്കറ്റ് ഈസ് എ വേൾഡ് ഫേമസ് സ്പോർട്സ് എന്നോ ഗെയിം എന്നോ പറയാം. യെസ്, ഈ വാചകം ഇങ്ങനെ എഴുതുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ ദ ക്രിക്കറ്റ് എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. പൊതുവേ ജനറൽ സെൻസിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിനെ കുറിച്ച് പറയുന്ന ഒരു വാചകമാണ്. ഇനി അടുത്ത് നോക്കാം. ഫുട്ബോൾ ഈസ് എ പോപ്പുലർ ഗെയിം. ഏതാണ്ട് ഇത് സമാനമായ അർത്ഥമാണ്. ഫുട്ബോൾ ഒരു പോപ്പുലർ ഗെയിമാണ്. ഇതിനകത്ത് ദായുടെ ആവശ്യമില്ല. കാരണം ഫുട്ബോൾ എന്ന ഗെയിമിനെ കുറിച്ച് സാമാന്യ അർത്ഥത്തിൽ ജനറൽ സെൻസിൽ പറയുന്ന വാചകമാണ്. ഇതിനടുത്ത് നോക്കുക. ദ ഫുട്ബോൾ മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ വാസ് അബ്സല്യൂട്ട്ലി ത്രില്ലിംഗ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫുട്ബോൾ മാച്ച് അങ്ങേയറ്റം ത്രില്ലിംഗ് ആയിരുന്നു. നോക്കുക. ദ ഫുട്ബോൾ മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഇൻഡീഡ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുണ്ടായിരുന്ന ഫുട്ബോൾ മാച്ച് വളരെ ത്രില്ലിംഗ് ആയിരുന്നു എന്ന് പറയുകയാണ്. നോക്കുക, ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ആയ ഒരു ഡെഫിനറ്റ് ആയ സംഭവമാണ് ആ ഫുട്ബോൾ മാച്ച്. അല്ലാണ്ട് പൊതുവേ ഫുട്ബോൾ മാച്ചിനെ കുറിച്ച് ജനറലായി പറഞ്ഞ വാചകമല്ല ഇത്. അപ്പോൾ ദ ചേർത്ത് പറയണം. ഡെഫിനറ്റ് ആയ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ദ ഫുട്ബോൾ മാച്ച് എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ദ ഫുട്ബോൾ ഗെയിം എന്ന് പറയേണ്ടി വരും. ഇനി അതുപോലെ തന്നെയാണ് ടെന്നീസ്, ചെസ്, ഹോക്കി, ബേസ്ബോൾ എന്നിവയൊക്കെ കുറിച്ചൊക്കെ ജനറലായി പറയുമ്പോൾ ആവശ്യമില്ലാതെ ദാ ചേർക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു ഡെഫിനിറ്റ് ആയ ചെസ് ഗെയിം, ചെസ് ടൂർണമെന്റ്
എന്നൊക്കെ പറയുമ്പോൾ അതിന് ദ ചെസ് ടൂർണമെന്റ് പ്ലേഡ് ബിറ്റ്വീൻ വിശ്വനാഥൻ ആനന്ദ് ആൻഡ് കാസ്പറോവ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതൊരു നമ്മൾ ഏതോ ഒരു പർട്ടിക്കുലർ ചെസ് ടൂർണമെന്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇനി നെയിംസ് ഓഫ് കൺട്രീസ്, ഇനി രാജ്യങ്ങളുടെ പേര് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ ഒരു രാജ്യത്തിന്റെ പേരിന് മുമ്പിലും ദ ചേർക്കില്ല. ഇന്ത്യ എന്ന് പറയുമ്പോൾ ദ ഇന്ത്യ എന്ന് പറയാൻ പാടില്ല. ചൈന എന്ന് പറയുമ്പോൾ ദ ചൈന എന്ന് പറയാൻ പാടില്ല. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ദ ഓസ്ട്രേലിയ എന്ന് പറയാൻ പാടില്ല. പക്ഷേ ഷോർട്ട് ഫോം ആയിട്ട് ചില രാജ്യങ്ങളുടെ പേര് പറയുന്നു. ഉദാഹരണത്തിന് UK അല്ലേ, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ UK എന്നാ പറയുന്നത്. അപ്പോൾ അവിടെ ദ UK എന്ന് പറയണം. ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് ദ UK എന്ന് തന്നെ പറയണം. യു ഫുൾ സ്റ്റോപ്പ് കെ ഫുൾ സ്റ്റോപ്പ്, കാരണം ഷോർട്ട് ഫോം ആണ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ യുണൈറ്റഡ് കിങ്ഡം എന്നാ പറയാ. പല രാജ്യങ്ങളുടെ പീസസ് ചേർത്തിട്ടാണ്. അതുപോലെ തന്നെ UAE അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ദ UAE എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ദ USA എന്ന് പറയണം. എന്തുകൊണ്ടാണ്? പല രാജ്യങ്ങളുടെ പീസസ് യുണൈറ്റ് ചെയ്തുകൊണ്ടാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് UAE. അതുപോലെ തന്നെ USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UK യുണൈറ്റഡ് കിങ്ഡം ആണ്. യുണൈറ്റഡ് എന്ന വാക്ക് തന്നെ ഉണ്ടല്ലോ പലത് കൂട്ടിച്ചേർത്തതെന്ന്. അങ്ങനെ പലത് കൂട്ടിച്ചേർത്തത് എന്ന ഒരു രാജ്യത്തിന്റെ പേരിൽ തന്നെ ധ്വനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദ ചേർത്താണ് ആ രാജ്യത്തിന്റെ പേര് പറയേണ്ടത്. അതാണ് സാധാരണ നിയമം. അല്ലാതെ വെറുതെ ഇന്ത്യ ചൈന എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ദ ചേർക്കാനും പാടില്ല. ഈ നിയമം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നു. But if the name suggests that the country is made up of smaller parts, the must be used. ഇന്ത്യ, ചൈന, ഓസ്ട്രേലിയ എന്നിവയൊക്കെ റിപ്പബ്ലിക് ആണ് എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അവിടെ ഒന്നും ദ ആവശ്യമില്ല. പക്ഷേ അമേരിക്ക ഈസ് എ റിച്ച് നേഷൻ, കുഴപ്പമില്ല. അമേരിക്ക എന്ന് പറയുന്നതിൽ ദ ആവശ്യമില്ല. പക്ഷേ അമേരിക്കനെ ദ US എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ദ US എന്ന് പറയണം. അപ്പൊ പേരിൽ എന്ത് രാജ്യം പലതായിട്ട് ചേർത്തിട്ട് യുണൈറ്റഡ് ആയിട്ടാണ് ആ ഒറ്റ രാജ്യം ഉണ്ടായിരിക്കുന്നതെന്ന് ധ്വനി വരും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ അപ്പോൾ ദ ചേർക്കണം. ഇതുപോലെ തന്നെയാണ് ദ USSR, ദ യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നൊക്കെ പറയുന്ന, സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നൊക്കെ പറയുന്ന പഴയകാല റഷ്യന്റെ പേരാണ്. അപ്പോൾ വാസ് ബ്രോക്കൺ അപ്പ് ഇൻ ടു പീസസ്, അത് പല കഷ്ണങ്ങളായി ചിതറിപ്പോയി എന്ന് പറയുന്നിടത്തൊക്കെ ദ ചേർക്കണം. ദ UK ഹാസ് എ ലോങ് ഹിസ്റ്ററി ബിഹൈൻഡ്, ബ്രിട്ടന് ഒരു നീണ്ട കാലത്തെ ചരിത്രമുണ്ട് അതിന്റെ പിന്നിൽ എന്ന് പറയാം. ദ സോവിയറ്റ് യൂണിയൻ വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവേഴ്സ്, ഒരു വലിയ ശക്തിയായ രാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയാം. ദ USA ഹാസ് അച്ചീവ്ഡ് ഗ്രേറ്റ് സയന്റിഫിക് പ്രോഗ്രസ്, അമേരിക്ക വലിയ ശാസ്ത്രീയ പുരോഗതി അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് നെതർലാൻഡ്സ്. ദ നെതർലാൻഡ്സ് ഈസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് കൾച്ചർ. നെതർലാൻഡ്സ് അഥവാ ഹോളണ്ട് അതിന്റെ സംസ്കാരത്തിന് പേരുകേട്ട ഒരിടമാണ്. നമുക്കറിയാം സമുദ്രനിരപ്പിൽ ലോ ലൈങ് ലാൻഡ്സ്, നെതർലാൻഡ്സ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ അത് പല പീസസ് ആയിട്ടുള്ള പല ദ്വീപ് രാഷ്ട്രങ്ങളൊക്കെ നെതർലാൻഡ്സിൽ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ എന്ത് ചെയ്യുന്നു, കുറെ പീസസ് ചേർന്നതാണ് ലാൻഡ്സ് എന്ന് തന്നെ. ലാൻഡ് എന്നല്ല പറയുന്നത്, നെതർലാൻഡ് എന്നല്ല പറയുന്നത്, നെതർലാൻഡ്സ് എന്നാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ദ നെതർലാൻഡ്സ് എന്ന് തന്നെ പറയണം. ദ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദ വേർഡ്സ് കിങ്, ക്യൂൻ ആൻഡ് പോപ്പ്. എന്നാൽ രാജാവ്, രാജ്ഞി, പോപ്പ് എന്നീ വാക്കുകളുടെ മുൻപിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കാനും പാടില്ല. ഇഫ് ദീസ് വേർഡ്സ് ആർ ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ദ കിങ്, ക്യൂൻ ഓർ പോപ്പ്. ഉദാഹരണത്തിന് ക്യൂൻ വിക്ടോറിയ എന്ന് പറഞ്ഞാൽ മതി, ദ ക്യൂൻ വിക്ടോറിയ എന്ന് പറഞ്ഞാൽ തെറ്റി. കിങ് ജോൺ എന്ന് പറഞ്ഞാൽ മതി, ദ കിങ് ജോൺ എന്ന് പറഞ്ഞാൽ തെറ്റി. പോപ്പ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ മതി, ദ പോപ്പ് ഫ്രാൻസിസ് എന്ന് പറയേണ്ടതില്ല. ഇതാണ് പറഞ്ഞത്. ഇനി പ്രോപ്പർ നെയിംസ്, ദ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ പ്രോപ്പർ നെയിംസ്. പ്രോപ്പർ നെയിംസിന്റെ മുമ്പ് ദ ഉപയോഗിക്കില്ല. ഇനി എന്നാൽ ചിലപ്പോഴൊക്കെ ചില രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ ഹവർ ദ മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. ചില രാജ്യങ്ങൾ അപൂർവമാണ്, എക്സെപ്ഷണൽ കേസസ് ആണ്. ചില ജിയോഗ്രഫിക്കൽ നെയിംസ് പറയാൻ നേരത്ത് ദ തീർച്ചയായും പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ട് ഇംഗ്ലീഷുകാര് തന്നെ അതിനെ അങ്ങനെ പറഞ്ഞ് ഒരു പാരമ്പര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന് സുഡാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് അങ്ങനെ പേരുണ്ട്, ദ സുഡാൻ എന്നാ പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ദ ഗാംബിയ, ദ ബഹാമാസ്, അതൊക്കെ പണ്ടിനാലെ മുതൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പാരമ്പര്യം വന്നുപോയി. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നിയമവുമല്ല അതിന് കാരണമാണ്. ദ സുഡാൻ, ദ ഗാംബിയ, ദ ബഹാമാസ്, അതങ്ങനെ പറയാം. ഇനി മരുഭൂമികൾ പറയുമ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. ദ സഹാറ, ദ മൊജാവി, ദി അറ്റക്കാമ, ഇതൊക്കെ ദ ചേർത്താണ് പറയുന്നത്, ദ സഹാറ. അപ്പൊ മരുഭൂമികളുടെ പേരുകൾ പൊതുവെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. നദികളുടെ പേരുകൾ പറയുമ്പോൾ ദ നൈൽ, ദ ആമസോൺ, ദ കോങ്കോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മൗണ്ടൻ റേഞ്ചസ് പറയുമ്പോൾ ദ ഹിമാലയാസ്, ദ ആൻഡിസ്, ദ റോക്കീസ് പർവ്വതം എന്നൊക്കെ പറയാറുണ്ട്. ഐലൻഡ് ഗ്രൂപ്പ്സ് പറയുമ്പോൾ ദ ഫിലിപ്പൈൻസ്, ദ മാൽഡീവ്സ്, ദ അസോറസ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഐലൻഡ് ഗ്രൂപ്പുകളുടെ പേരിൽ. അപ്പോൾ യൂസിങ് ദ ഇൻ ദ കേസ്, ഇൻ ദീസ് കേസസ് എ
മാറ്റർ ഓഫ് കൺവെൻഷണൽ നെയിമിങ്. ഇത് പരമ്പരാഗതമായി ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കണം. ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ടെർമിനോളജി അങ്ങനെ വന്നുപോയി. ഇനി നമ്മൾ മറ്റൊരു പോയിന്റ്, ഡു നോട്ട് യൂസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വിത്ത് ദ ഫീസ്റ്റ് ഡേയ്സ്. ഫീസ്റ്റ് ഡേയ്സ് പ്രമുഖമായിട്ടുള്ള ആഘോഷ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചില മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിലെ ദിവസങ്ങൾ ഒക്കെ പറയുമ്പോൾ, ഉദാഹരണത്തിന് ഇൻഡിപെൻഡൻസ് ഡേ ഒരു പ്രധാനപ്പെട്ട ആഘോഷ ദിവസമാണ്. അപ്പോൾ ദ ഇൻഡിപെൻഡൻസ് ഡേ എന്നല്ല പറയേണ്ടത്, ഇൻഡിപെൻഡൻസ് ഡേ. റിപ്പബ്ലിക് ഡേ നമ്മൾ അങ്ങനെയാ പറയേണ്ടത്, ദാ ചേർക്കേണ്ട കാര്യമില്ല. UN ഡേ, ഐക്യരാഷ്ട്രസഭാ ദിനം അല്ലേ, ഒക്ടോബർ 26 എന്നൊക്കെ നമ്മൾ പറയും. അത് ഒക്കെ വെറുതെ പറഞ്ഞാൽ മതി, ദാ ചേർക്കേണ്ട കാര്യമില്ല. ക്രിസ്മസ് ഡേ അങ്ങനെ പറഞ്ഞാൽ മതി, ദ ക്രിസ്മസ് ഡേ എന്ന് പറയേണ്ട കാര്യമില്ല. ന്യൂ ഇയേഴ്സ് ഡേ, ന്യൂ ഇയർ ഡേ എന്ന് പറഞ്ഞാൽ മതി. ഇനി ട്യൂസ്ഡേ അല്ലെങ്കിൽ ഫെബ്രുവരി ഒരു മാസത്തിന്റെ പേര്, ഇതൊക്കെ ദാ ചേർക്കാതെ തന്നെയാണ് പറയേണ്ടത്. ഹിയർ ആർ സം എക്സാമ്പിൾസ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫീസ്റ്റ് ഡേയ്സ് ഏതൊക്കെയാണ്? ക്രിസ്മസ്, ഈസ്റ്റർ, ഹലോവിൻ. ഇവിടെയൊക്കെ ദ ചേർക്കാൻ പാടില്ല. നോ യൂസ് ഓഫ് ദ. ഇനി അല്ലെങ്കിൽ ദ യൂസ് ഓഫ് ദ ഈസ് റെസ്ട്രിക്റ്റഡ് ഹിയർ ഇൻ ദീസ് കേസസ്. ഇനി മന്ത്സ്, മാസങ്ങളുടെ പേര്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ പറയാൻ പാടുള്ളൂ. ദ ജാനുവരി, ദ ഫെബ്രുവരി, ദ മാർച്ച് എന്നൊന്നും പറഞ്ഞുകൂടാ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ ഡേയ്സ് ഓഫ് ദ വീക്ക്, ആഴ്ചയിലെ ദിവസങ്ങൾ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ നമുക്ക് പറയാം. ഒരിക്കലും ദ മൺഡേ, ദ ട്യൂസ്ഡേ എന്നൊന്നും പറഞ്ഞുകൂടാ. ഇതാണ് മനസ്സിലാക്കുക. അതായത് കറക്റ്റ് സെന്റൻസുകൾ, അലൗ സെലിബ്രേറ്റിംഗ് ക്രിസ്മസ് വിത്ത് മൈ ഫാമിലി. എൻ്റെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ഓക്കെ എന്ന് പറയാം. അപ്പോൾ ദ ക്രിസ്മസ് എന്ന് പറഞ്ഞാലോ അത് തെറ്റിപ്പോകും. ഓക്കെ, അതുപോലെ തന്നെ ജാനുവരി ഈസ് മൈ ഫേവറേറ്റ് മന്ത്, എൻ്റെ പ്രിയപ്പെട്ട മാസമാണ് ജനുവരി മാസം, അങ്ങനെ പറയാം. ദ ജനുവരി എന്ന് പറഞ്ഞാലോ തെറ്റിപ്പോകും. ഐ ഹാവ് എ മീറ്റിംഗ് ഓൺ വെനസ്ഡേ, എനിക്ക് ബുധനാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയാം, കുഴപ്പമില്ല. പക്ഷേ ഐ ഹാവ് എ മീറ്റിംഗ് ഓൺ ദ വെനസ്ഡേ എന്ന് പറഞ്ഞാലോ തെറ്റിപ്പോകും. സോ അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ ഇൻകറക്റ്റ് യൂസേജ് ആണ്. ഐ ലവ് സെലിബ്രേറ്റിംഗ് ദ ക്രിസ്മസ് വിത്ത് മൈ ഫാമിലി എന്ന് പറഞ്ഞാൽ ദാ അവിടെ ആവശ്യമില്ല. ഓക്കെ, ഫീസ്റ്റ് ഡേയ്സിന് മുമ്പിൽ ദാ ഉപയോഗിക്കാൻ പാടില്ല. ജാനുവരി ഈസ് മൈ ഫേവറേറ്റ് മന്ത് എന്ന് പറഞ്ഞാലോ മാസത്തിന് മുമ്പിൽ ദാ ചേർക്കേണ്ട കാര്യമില്ല. ഐ ഹാവ് എ മീറ്റിംഗ് ഓൺ വെനസ്ഡേ എന്ന് പറയുന്നതിന് വരെ ദ വെനസ്ഡേ എന്ന് പറഞ്ഞാലോ ഒരു ആഴ്ചയിൽ ഒരു ദിവസത്തിന് മുമ്പിൽ ദാ ചേർക്കേണ്ട കാര്യമില്ല. സോ അത് ഓർത്തിരിക്കാൻ, ഡു നോട്ട് യൂസ് ദ വിത്ത് ദ എക്സ്പ്രഷൻസ് ഓൾ ഡേ ആൻഡ് ഓൾ നൈറ്റ്. പകൽ മുഴുവൻ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഓൾ ഡേ എന്ന് പറയും. അതുപോലെ തന്നെ രാത്രി മുഴുവൻ എന്നുള്ളതിന് എന്താ പറയാ? ഓൾ നൈറ്റ് എന്ന് പറയും. അപ്പോൾ അതിനോടൊപ്പം ദാ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഹവർ ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് വിത്ത് അതർ സിമിലർ എക്സ്പ്രഷൻസ്. പക്ഷേ ഓൾ ഡേ ഓൾ നൈറ്റ് എന്നുള്ളതിന് ഓൾ ദ ഡേ ഓൾ ദ നൈറ്റ് എന്ന് പറയാൻ പാടില്ല. എങ്കിലും ആഴ്ചയെ കുറിച്ച് പറയാനായിട്ട് പറയാം. ഓൾ ദ വീക്ക് എന്ന് പറയാം, ആഴ്ച മുഴുവൻ എന്ന് പറയാം. ഓൾ ദ മോർണിംഗ്, രാവിലെ മുഴുവൻ എന്ന് പറയാം. ഓൾ ദ മോർണിംഗ് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഓൾ ദ വീക്ക് പറയാം, ഓൾ ദി ആഫ്റ്റർനൂൺ പറയാം, ഓൾ ദി ഈവനിങ് പറയാം. പക്ഷേ ഓൾ ഡേ എന്നോ ഓൾ നൈറ്റ് എന്നോ പറയേണ്ടി വരും. ഓൾ ദ ഡേ ഓൾ ദ നൈറ്റ് എന്ന പ്രയോഗം ശരിയല്ല. ഓക്കെ, ഇത് നമ്മുടെ അറിവിന്റെ ഭാഗമായി പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. ഓക്കെ, അല്ലാതെ ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും റൂൾ വെച്ച് പറയേണ്ട കാര്യമല്ല. നമ്മുടെ ജനറൽ നോളജ്, ഇംഗ്ലീഷ് യൂസേജിലെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യം, നമ്മുടെ ഭാഷാ പരിചയം, ഇതൊക്കെയാണ് ഇതിന് നമ്മൾ സഹായിക്കുക. പിന്നെ കുറേയൊക്കെ ഇതുപോലെ നിയമം വെച്ചിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാനൊക്കെ സാധിച്ചാൽ നല്ലത്. അതുപോലെ തന്നെ ഡു നോട്ട് യൂസ് ദ ബിഫോർ ദ നെയിംസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെയിംഡ് ആഫ്റ്റർ പേഴ്സൺസ് ഓർ പ്ലേസ്. ഒരു വ്യക്തിയുടെ പേര് ഉപയോഗിച്ചിട്ട് ഒരു സ്ഥാപനത്തിന് പേര് ഇട്ടേക്കുവാണെങ്കിൽ, ഗാന്ധിജി യൂണിവേഴ്സിറ്റി, അപ്പോൾ അവിടെ ദാ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഗാന്ധിജി എന്നുള്ള ഇതാണ് ഒരു പ്രോപ്പർ നൗൺ ആണ്, ഒരാളുടെ പേര്. ഇപ്പൊ ദ ഗാന്ധിജി യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പാടില്ല. സെന്റ് പോൾസ് കത്തീഡ്രൽ എന്നേ പറയാൻ പാടുള്ളൂ. അപ്പം ദ സെന്റ് പോൾസ് കത്തീഡ്രൽ എന്ന് പറയാൻ പാടില്ല. കേരള യൂണിവേഴ്സിറ്റി, കേരള എന്നുള്ളൊരു സ്ഥലമാണ്, ദ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പാടില്ല. മാർ ഇവാനിയോസ് കോളേജ് അങ്ങനെ പറയുമ്പോൾ ദ മാർ ഇവാനിയോസ് കോളേജ് എന്ന് പറയാൻ പാടില്ല. ബസേലിയസ് കോളേജ് എന്നേ പറയുമ്പോൾ ദ ബസേലിയസ് കോളേജ് എന്ന് പറയാൻ പാടില്ല. മദ്രാസ് യൂണിവേഴ്സിറ്റി ഉണ്ടോ, അതൊക്കെ ഒരു പ്രോപ്പർ നൗൺ ആണ്, സ്ഥലത്തിന്റെ പേരാണ്. അവിടെ നിന്ന് ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എന്ന് റിവേഴ്സ് ആയിട്ട് പറയാം. ഉണ്ടോ, മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പാടില്ല, ദ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എന്ന് പറയാം. അല്ലെങ്കിൽ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയാം. ഉണ്ട്, ഇൻ ദ കേസ് ഓഫ് അതർ നെയിംസ് ദ ഈസ് ടു ബി യൂസ്ഡ്. പക്ഷേ വേറെ ചില പേരുകളിൽ ദ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ദ NSS കോളേജ്, ഷോർട്ട് ഫോം ആയിട്ട് ഇങ്ങനെ പറയുന്ന ഇതെടുത്ത് ദ സേക്രഡ് ഹാർട്ട് കോളേജ്, ദ CMS കോളേജ് അങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റില്ല. അടുത്തത് 10ാമത്തെ റൂൾ കൂടെ ഉണ്ട്. ദ മസ്റ്റ് ബി യൂസ്ഡ് ബിഫോർ നൗൺസ് നെയിമിംഗ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തെ താമസക്കാരുടെ പേര് വെച്ചിട്ട് തന്നെ രാജ്യത്തിന്റെ പേര് പറയില്ലേ. ചൈനീസ് പീപ്പിൾ ഉണ്ട്, അതുകൊണ്ട് ചൈനീസ് പീപ്പിൾ ഉള്ള രാജ്യം എന്നർത്ഥത്തിൽ ദ ചൈന എന്ന് നമ്മൾ പറയുമോ എന്നുള്ളതാണ്.
പീപ്പിൾ ഓഫ് ചൈന എന്ന് ഉദ്ദേശിച്ചാണ് ദ ചൈനീസ് എന്ന് പറയുന്നത്. എന്നാൽ ചൈനീസ് ഭാഷയെ ഉദ്ദേശിച്ചാണെങ്കിൽ ചൈനീസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി.